ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ കുറച്ച് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എത്ര പേർക്ക് അതിനുള്ള ഉത്തരം കണ്ടെത്താൻ പറ്റുന്നുണ്ടെന്ന് നോക്കാം. നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്, നാളെ ഇത്ര സെൻറ്റിമീറ്റർ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്, അറബിക്കടലിൽ ന്യൂനമർദ്ദം ഉണ്ടായി, ഇന്ന സ്ഥലത്ത് സൈക്ലോണിന് ചാൻസ് ഉണ്ട്, കാറ്റ് വീശാൻ ചാൻസ് ഉണ്ട്. പിന്നെ വേൾഡ് മാപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ വാട്ടർ ബോഡിയാണ്, ഇവിടെ ലാൻഡാണ്, അവിടെ ഫോറസ്റ്റാണ്. ഓരോ കൺട്രീസും എത്രത്തോളം അവരുടെ ഏരിയയും കാര്യങ്ങളും ഇതൊക്കെ നമുക്ക് എങ്ങനെ ഇൻഫർമേഷൻസൊക്കെ കിട്ടുന്നത്? ആൾക്കാരൊക്കെ അവിടെ പോയിട്ട് ഇതൊക്കെ അളന്നെടുക്കുന്നതാണോ? ആണോ? ഈ കൊച്ചു കൊച്ചു ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരമാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്, റിമോട്ട് സെൻസിങ്. നോട്ട്സ്ബർഗിൻ്റെ പുതിയൊരു ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ഈ ഇൻഫർമേഷൻസൊക്കെ നമുക്ക് ഫിസിക്കലി ഒരാൾ അവിടെ പോയിട്ട് അളന്നെടുക്കുന്നതാണോ? ഈ ഇൻഫർമേഷൻസൊക്കെ ഒരിക്കലും അല്ല. നമുക്കതൊക്കെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സയൻസ് ആണ് നമുക്കതൊക്കെ കിട്ടുന്നത്. സയൻസിൻ്റെ ഒരു ആപ്ലിക്കേഷനാണത്. അതായത് റിമോട്ട് സെൻസിങ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ സയൻസ് ആൻഡ് ആർട്ട് ഓഫ് ഒബ്റ്റെയിനിങ് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുകയാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡിവൈസസ്, സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഡിവൈസസ് വെച്ചിട്ട്. എബൌട്ട് എന്തിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസൊക്കെ നമുക്ക് കിട്ടുന്നത്? ഒരു ഏരിയയെ കുറിച്ചിട്ടാവാം, ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചിട്ടാവാം, അല്ലെങ്കിൽ ഒരു പ്രതിഭാസത്തെ കുറിച്ചിട്ടാവാം. ഇതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ഒരു ഡിവൈസ് വെച്ച് കിട്ടുകയാണ്. ആ ഡിവൈസിനൊരു പ്രത്യേകതയുണ്ട്. ആ ഡിവൈസ് ഈ ഒബ്ജക്റ്റായിട്ടോ ആ ഏരിയ ആയിട്ടോ ആ പ്രതിഭാസമായിട്ടോ ഡയറക്റ്റ്ലി ഡയറക്റ്റായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാതെ ആ ഏരിയയിൽ നിന്നും ഒബ്ജക്റ്റിൽ നിന്നും ഫിനോമിനൽ ആ പ്രതിഭാസത്തിൽ നിന്നും കിട്ടുന്ന ഈ ഒരു ഡിവൈസ് കളക്ട് ചെയ്യുന്ന ആ ഇൻഫർമേഷൻസ് അത് ഇൻ്റർപ്രിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇൻഫർമേഷൻസൊക്കെ കിട്ടുന്നത്. അത് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് ടീംസൊക്കെ ഉണ്ടാവും. എല്ലാവർക്കും അത് സാധിക്കണമെന്നില്ല. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ റിമോട്ട് സെൻസിങ്ങിൻ്റെ ഡെഫിനിഷൻ ഞാനിവിടെ ജസ്റ്റ് എഴുതി കാണിക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് വായിച്ച് നോക്കുക. നമ്മുടെ ആപ്ലിക്കേഷൻസ് നമ്മൾ മനസ്സിലാക്കിയെടുത്താൽ നമുക്ക് ഈ ഡെഫിനിഷൻ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഡാറ്റ കളക്ഷൻ ആണ് റിമോട്ട് സെൻസിങ്ങിൻ്റെ പ്രധാനപ്പെട്ടൊരു ഭാഗം. അപ്പോൾ ഫോട്ടോഗ്രാഫിയുടെ ഇൻവെൻഷൻ 19th സെഞ്ച്വറിയിലാണ് ഫോട്ടോഗ്രാഫി ഇൻവെൻറ്റ് ചെയ്യുന്നത്. അത് നമ്മുടെ ഡാറ്റ കളക്ഷന് ഒരുപാട് രീതിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ക്യാമറ വെച്ചിട്ട് നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇമേജിനെ വേണ്ട രീതിക്ക് നമുക്ക് ഇൻ്റർപ്രിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടും, അല്ലേ? അപ്പം നമുക്ക് ഒരു ഹയർ എലിവേഷനിൽ നിന്നൊരു ഫോട്ടോ എടുക്കണം. അപ്പം നമ്മുടെ എർത്തിൻ്റെ ഫോട്ടോയൊക്കെ നമ്മൾ ഹയർ എലിവേഷനിൽ നിന്ന് എടുത്തിട്ടൊക്കെയാണ് നമ്മൾ എർത്ത് ഈ ഷേപ്പിലാണ്, ഇന്ന സ്ഥലത്ത് ഇന്ന രാജ്യങ്ങളുണ്ട്, ഇവിടെയൊക്കെയാണ് ലാൻഡ്, ഇവിടെയൊക്കെയാണ് വാട്ടർ എന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഫോട്ടോഗ്രാഫിയുടെ ആപ്ലിക്കേഷൻ തന്നെയാണ്. സാറ്റലൈറ്റ്സ് ഉപയോഗിച്ചിട്ടുള്ള ഡാറ്റ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അബൌട്ട് 1960 ടൈമിലാണ്. നമ്മൾ ഈ ഡിവൈസസ്, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഡിവൈസസ് യൂസ് ചെയ്തിട്ടാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നതെന്നുള്ള ഒരു ഏരിയയുടെയോ ഒബ്ജക്റ്റിൻ്റെയോ ഫിനോമിനൻ്റെയോ ഡാറ്റ കളക്ട് ചെയ്യുന്നത് സ്പെഷ്യലൈസ്ഡ് ഡിവൈസസ് യൂസ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞു. റിമോട്ട് സെൻസിങ്ങിന് യൂസ് ചെയ്യുന്ന ഈ ഡിവൈസസിന് പറയുന്ന പേരാണ് സെൻസേഴ്സ്. ക്യാമറാസും സ്കാനേഴ്സും ഒക്കെ നമ്മുടെ സെൻസേഴ്സാണ്. ഈ സെൻസേഴ്സിൻ്റെ ഫങ്ഷനിങ് എങ്ങനെയാണ്? സെൻസേഴ്സ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഈ ഓരോ ഒബ്ജക്റ്റിൽ നിന്നും ഒരു സൈക്ലോണിൻ്റെ വാർണിംഗ് വരികയാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ കടലിൽ ഒരു ന്യൂനമർദ്ദം ഉണ്ടായപ്പോൾ സെൻസേഴ്സ് അവരത് സെൻസ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു കടലിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിൻ്റെ ഇൻറ്റൻസിറ്റി ഒക്കെ ഈ സെൻസേഴ്സ് അളക്കുന്നു. അങ്ങനെയൊക്കെയാണ് നമുക്ക് വാർണിങ്സൊക്കെ വരുന്നത്. ഇത്ര ഇൻറ്റൻസിറ്റിയിൽ സൈക്ലോൺ വരാൻ ചാൻസ് ഉണ്ട്, ഇത്ര ഏരിയയിലോട്ട് അത് വരാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ ഈ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഓരോ ഒബ്ജക്റ്റിൽ നിന്നും ഓരോ ഏരിയയിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിൽ നിന്നിട്ടാണ് സെൻസേഴ്സ് ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത്. സെൻസേഴ്സ് ഫിക്സ് ചെയ്യുന്ന ഒരു കാരിയർ ഉണ്ട്. നമുക്കൊരു ക്യാമറ വെറുതെ കൊണ്ടുവെക്കാൻ പറ്റില്ലല്ലോ, അതൊക്കെ ഒരു സ്പെഷ്യലൈസ്ഡ് പൊസിഷനിലാണ് വെക്കുന്നത്. അങ്ങനെ ആ സെൻസേഴ്സൊക്കെ ഫിക്സ് ചെയ്യുന്ന ഒരു കാരിയർ, അതിനെയാണ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്.
ഇപ്പോൾ നമ്മൾക്ക് സെൻസേഴ്സിനൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ ചിലർ ബലൂണിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. ഒരു ഹയർ എലിവേഷനിൽ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ബലൂണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നു. അതുപോലെ എയർക്രാഫ്റ്റ്സിൽ, ഹെലികോപ്റ്റേഴ്സിൽ ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. പിന്നെ സാറ്റലൈറ്റ്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് റിമോട്ട് സെൻസിങ് ഒന്ന് നോക്കാം. റിമോട്ട് സെൻസിങ്ങിൻ്റെ ക്ലാസിഫിക്കേഷൻ ബേസിക്കലി ബേസ്ഡ് ഓൺ 2 ആണ്. ബേസ്ഡ് ഓൺ ഒന്ന് സോഴ്സ് ഓഫ് എനർജി, മറ്റൊന്ന് പ്ലാറ്റ്ഫോം. ഇത് രണ്ടെണ്ണത്തിന് ബേസ് ചെയ്തിട്ടാണ് മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് റിമോട്ട് സെൻസിങ് ബേസ്ഡ് ഓൺ സോഴ്സ് ഓഫ് എനർജി. അപ്പോൾ സോഴ്സ് ഓഫ് എനർജിയുടെ ബേസിസിൽ നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് പാസീവ് റിമോട്ട് സെൻസിങ്, മറ്റേത് ആക്റ്റീവ് റിമോട്ട് സെൻസിങ്. അപ്പോൾ എന്താണ് പാസീവ്, എന്താണ് ആക്റ്റീവ്, അതാണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പോൾ പാസീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത് സോളാർ എനർജിയുടെ ഹെൽപ്പിലാണ് അവിടെ ഈ ഒരു പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് സെൻസറിൽ നിന്ന് പ്രത്യേകിച്ച് റേഡിയേഷൻസോ എനർജിയോ ഒന്നും റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. സോളാർ എനർജിയിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന എനർജി, അതിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഡാറ്റയിലൂടെയുള്ള റിമോട്ട് സെൻസിങ് ആണ് പാസീവ് റിമോട്ട് സെൻസിങ്. അതായത് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അവിടെ ക്യാരി ഔട്ട് ചെയ്യുന്നത് വിത്ത് ദി ഹെൽപ്പ് ഓഫ് സോളാർ എനർജിയാണ്. ഇപ്പോൾ ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്തായിരിക്കും? ഒരു ആർട്ടിഫിഷ്യൽ സോഴ്സ് നമ്മളവിടെ യൂസ് ചെയ്യണം. സോളാർ എനർജി നാച്ചുറൽ സോഴ്സാണ്, പക്ഷേ പാസീവിൽ നമ്മളൊരു ആർട്ടിഫിഷ്യൽ സോഴ്സിനെ അവിടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഒരു സെൻസർ, ആ ഒരു സെൻസറിൽ നിന്നിട്ടുള്ള റേഡിയേഷൻസിലൂടെയാണ് ഇവിടെ റിമോട്ട് സെൻസിങ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊരു റിമോട്ട് സെൻസിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു എനർജി സോഴ്സ് വളരെ എസെൻഷ്യലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അത് ഒന്നെങ്കിൽ സോളാർ എനർജി ആവാം, അല്ലെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എനർജി ആവാം. ഇതിൽ നിന്നൊക്കെയുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ റിമോട്ട് സെൻസിങ് നടക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ, നമ്മളൊരു ഫോട്ടോഗ്രാഫ് എടുക്കുകയാണ് ക്യാമറ വെച്ചിട്ട്. ഇപ്പോൾ ക്യാമറയിൽ അവിടെ സൺലൈറ്റിൻ്റെ ഒന്നും യൂസ് അല്ല നടക്കുന്നത്. ക്യാമറയിൽ നമ്മൾ ഫോട്ടോഗ്രാഫ് എടുക്കുന്ന സമയത്ത് ആ ഫ്ലാഷ് ലൈറ്റ് അവിടെ വരുന്നുണ്ടല്ലോ, ആ ഫ്ലാഷ് ലൈറ്റിൽ നിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ലൈറ്റ് ബീം, അതാണ് അവിടെ ഒരു ആർട്ടിഫിഷ്യൽ എനർജി ഉണ്ടാക്കുന്നത്. ആ ലൈറ്റ് ബീമാണ്. ഈ ലൈറ്റ് ബീമിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനാണ് റിമോട്ട് സെൻസിങ്ങിന് വേണ്ടിയിട്ട് ക്യാമറയിൽ യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ വരുന്നത് ബേസ്ഡ് ഓൺ പ്ലാറ്റ്ഫോം ആണ്. അപ്പോൾ പ്ലാറ്റ്ഫോമിനെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫിക്കേഷൻ 3 ഉള്ളത്. ഫസ്റ്റ് ഇത് ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി, സെക്കൻഡ് ഏരിയൽ റിമോട്ട് സെൻസിങ്, തേർഡ് വൺ ഇസ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്. ഫസ്റ്റ് ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി. ഇപ്പോൾ ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഫ്രം ദി ടെറസ്ട്രിയൽ, അവിടെ നിന്ന് തന്നെ എടുക്കുന്ന കളക്ഷനാണ്. അതായത് നമ്മുടെ ടെറസ്ട്രിയൽ ഗ്രൗണ്ടിൽ നിന്ന് തന്നെ നമ്മൾ എർത്തിന് ടോപ്പോഗ്രഫി ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്യാമറയൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റ, അതാണ് ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി. ഒരു എലിവേഷനിലോ ഒന്നിലുമല്ല, ഫ്രം ദി ഗ്രൗണ്ട് ലെവലിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ കളക്ട് ചെയ്യുന്ന ഒരു ഡാറ്റ, അതാണ് ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഇസ് ഏരിയൽ റിമോട്ട് സെൻസിങ്. ഏരിയൽ റിമോട്ട് സെൻസിങ് എന്ന് പറയുമ്പോൾ എർത്ത് സർഫേസിൻ്റെ, അപ്പോൾ കുറച്ചും കൂടി വാസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആയിരിക്കും. അത് ഒരു ക്യാമറ, ഒരു എയർക്രാഫ്റ്റിൽ മൗണ്ട് ചെയ്ത ക്യാമറയിലൂടെയാണ് ഇവിടെ നമുക്ക് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത്. ഇതാണ് ഏരിയൽ റിമോട്ട് സെൻസിങ്. അതായത് ഒരു ഹയർ എലിവേഷൻ ഏരിയലി എടുക്കുന്ന ഡാറ്റാസ് തന്നെയാണ് ഏരിയൽ റിമോട്ട് സെൻസിങ്. മൂന്നാമത്താണ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്. സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നാൽ അത് ഒന്നും കൂടി വാസ്റ്റാണ്. അതിൻ്റെ ഡാറ്റ കളക്ഷൻ ഒന്നും കൂടി ലാർജർ ഏരിയയിലോട്ട് പോകും. ഒരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൽ നിന്നുകൊണ്ടുള്ള സെൻസേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നു. അതാണ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ 3 ക്ലാസിഫിക്കേഷൻ മനസ്സിലായില്ലേ? ഏരിയൽ റിമോട്ട് സെൻസിങ്. ഏരിയൽ റിമോട്ട് സെൻസിങ് എന്താണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഒരു എയർക്രാഫ്റ്റിൽ മൗണ്ട് ചെയ്തിട്ടുള്ള ക്യാമറ വെച്ചിട്ട് നമ്മൾ ഫോട്ടോഗ്രാഫ്സ് എടുത്ത് അതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നതാണ് ഏരിയൽ റിമോട്ട് സെൻസിങ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഈ ഏരിയൽ റിമോട്ട് സെൻസിങ്ങിൽ നിന്ന് നമുക്ക് കമ്പാരിറ്റീവ്ലി ഒരു സ്മോളർ ഏരിയ നമ്മുടെ റിക്വയർമെൻറ്റിനനുസരിച്ചിട്ട് നമുക്ക് ഏരിയൽ റിമോട്ട് സെൻസിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും.
ഏത് റീജിയനിലാണോ നമുക്ക് വേണ്ടത് ആ ഒരു ഏരിയയിൽ മാത്രം നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഫ്ലൈറ്റുകളൊക്കെ മിസ്സാവുന്ന കേസിലൊക്കെ ഈ ഏരിയൽ റിമോട്ട് സെൻസിങ് ഒക്കെ വഴി നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും. അങ്ങനെ ഏരിയൽ റിമോട്ട് സെൻസിങ്ങിലെ ഒരു പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെറിറ്റ് എന്ന് പറയുന്നത് ഏരിയൽ റിമോട്ട് സെൻസിങ് വഴി നമുക്ക് കിട്ടുന്ന ഫോട്ടോഗ്രാഫ്സ് കണ്ടിന്യൂസ് ഫോട്ടോഗ്രാഫ്സ് ആയിരിക്കും, അല്ലെങ്കിൽ കണ്ടിന്യൂസ് പിക്ചേഴ്സ് ആയിരിക്കും. കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് മാത്രമല്ല ഓവർലാപ്പിംഗ് ആയിരിക്കും. അതായത് ഇപ്പം നമ്മൾ ഒരു ഫിഗർ നോക്കാം. ഇപ്പോൾ 3 ഫോട്ടോഗ്രാഫ്സാണ്, എ ബി സി എന്ന് പറയുന്ന 3 ഏരിയയിലാണ്. പക്ഷേ നമ്മുടെ ഫോട്ടോസ് എടുത്തു വരും എ എന്ന ഫോട്ടോഗ്രാഫിലുള്ള 60% ബി എന്ന ഫോട്ടോഗ്രാഫിലുണ്ടാവും. അതുപോലെ തന്നെ ബിയിലെ ഓൾമോസ്റ്റ് 60% സി എന്ന ഫോട്ടോഗ്രാഫിലുണ്ടാവും. അതായത് ഓവർലാപ്പിംഗ് ആയിരിക്കും. അപ്പം നമുക്ക് ആ ഒരു ഫോട്ടോഗ്രാഫ്സിനെ കമ്പയർ ചെയ്ത് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ ഒന്നും കൂടി ഈസി ആയിരിക്കും അല്ലേ. ഇതുപോലത്തെ ഈ പെയേഴ്സ് എ ബി സി ഇങ്ങനത്തെ ഈ പെയേഴ്സിനെയാണ് സ്റ്റീരിയോ പെയേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഓവർലാപ്പിംഗ് പെയേഴ്സിനെയാണ് സ്റ്റീരിയോ പെയേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എ ആൻഡ് ബി ഒരു സ്റ്റീരിയോ പെയറാണ്, അതുപോലെ തന്നെ ബി ആൻഡ് സിയും ഒരു സ്റ്റീരിയോ പെയറാണ്. ഇതുപോലത്തെ സ്റ്റീരിയോ പെയേഴ്സിൽ നിന്നിട്ട് നമുക്ക് ഒരു 3 ഡയമെൻഷണൽ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ് അതാണ് സ്റ്റീരിയോസ്കോപ്പ്. സ്റ്റീരിയോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്ത് കിട്ടുന്ന ആ 3 ഡയമെൻഷണൽ പിക്ചറിനെയാണ് അല്ലെങ്കിൽ 3 ഡയമെൻഷണൽ വ്യൂവിനെയാണ് സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ എന്ന് പറയുന്നത്. അതായത് എയും ബിയും സ്റ്റീരിയോ പെയേഴ്സാണ്, ബിയും സിയും സ്റ്റീരിയോ പെയേഴ്സാണ്. ഈ സ്റ്റീരിയോ പെയേഴ്സിൽ നിന്ന് നമുക്കൊരു 3 ഡയമെൻഷണൽ വ്യൂ പിക്ചർ കിട്ടണമല്ലോ. അതാണ് ആ പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ് സ്റ്റീരിയോസ്കോപ്പ്. ആ സ്റ്റീരിയോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു 3 ഡയമെൻഷണൽ വ്യൂ ആണ് സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ. പക്ഷേ ഈ ഏരിയൽ റിമോട്ട് സെൻസിങ്ങിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടിയും ലിമിറ്റേഷൻസും കൂടിയുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ എയർക്രാഫ്റ്റിലാണ് ഈ ക്യാമറ മൗണ്ട് ചെയ്തിട്ട് ഫോട്ടോഗ്രാഫ്സ് എടുക്കുന്നത് എയർക്രാഫ്റ്റ് യൂസ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എയർക്രാഫ്റ്റിൽ മൗണ്ട് ചെയ്ത ക്യാമറ വെച്ചിട്ടാണ് ഫോട്ടോസ് എടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ എയർക്രാഫ്റ്റ് ഷേക്ക് ചെയ്താൽ എന്തായി, ഫോട്ടോയുടെയും ക്വാളിറ്റി അവിടെ എഫക്റ്റായി, ഫോട്ടോയും ഷേക്കാവും. പിന്നെ വാസ്റ്റ് ആൻഡ് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഏരിയാസ് റീജിയൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എയർക്രാഫ്റ്റ് വെച്ചിട്ടായാലും ഫോട്ടോസ് എടുക്കാൻ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പിന്നെ നമ്മളൊരു എയർക്രാഫ്റ്റ് യൂസ് ചെയ്തിട്ട് ഫോട്ടോസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എയർക്രാഫ്റ്റിൻ്റെ ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും ഒക്കെ ആയിട്ടുള്ള ഓപ്പൺ സ്പേസും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. നമുക്ക് ഇന്നൊരു ഏരിയയിൽ നിന്ന് മാത്രമുള്ള ഡീറ്റെയിൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഏരിയ ടേക്ക് ഓഫിനുള്ള ഏരിയയും അതുപോലെ ലാൻഡിങ്ങിനുള്ള ഏരിയയും ഒക്കെ കണ്ടെത്തേണ്ടതായിട്ടുണ്ടാവും. പിന്നെ അതേപോലെ എയർക്രാഫ്റ്റിൽ റീഫ്യൂവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് ലാൻഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ കോസ്റ്റും എക്സ്പെൻസീവ് ആക്കുകയാണ് ഈ പ്രോസസ്സ് എന്ന് പറയുന്നത്. അങ്ങനെ 4 ലിമിറ്റേഷൻസ് ആണ് ഇവിടെ പറയുന്നത്. പക്ഷേ ഏരിയൽ റിമോട്ട് സെൻസിങ്ങിലുള്ള ഈ ലിമിറ്റേഷൻസിനെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 3rd ടൈപ്പ് ഓഫ് റിമോട്ട് സെൻസിങ്, അതായത് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്ങിൽ സാധിച്ചിട്ടുണ്ട്. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ടൈമിലൊക്കെ ഈ ഏരിയൽ ഫോട്ടോഗ്രാഫിങ് വളരെ വൈഡ്ലി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് നമുക്ക് ഈ ഏരിയൽ ഫോട്ടോഗ്രാഫ്സ് വെച്ചിട്ട് ഒരു റീജിയണിലെ ഹൈറ്റ്സും ഡിപ്രഷൻസും ഒക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് വേൾഡ് വാറിൽ ഏരിയൽ ഫോട്ടോഗ്രാഫി വളരെയധികം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഏരിയൽ ഫോട്ടോഗ്രാഫ്സ് വെച്ചിട്ട് നമുക്ക് ടോപ്പോഗ്രഫിക്കൽ മാപ്സും പ്രിപ്പയർ ചെയ്യാൻ പറ്റും. മാപ്പ് പ്രിപ്പറേഷനൊക്കെ നമ്മൾ ഏരിയൽ ഫോട്ടോഗ്രാഫ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഏരിയൽ ഫോട്ടോഗ്രാഫി സ്റ്റാർട്ട് ചെയ്യുന്നത് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആണ്. ഇന്ത്യയിൽ ഏരിയൽ സർവേയുടെ കൺട്രോളുള്ളത് ഇന്ത്യൻ എയർഫോഴ്സിനും ഇന്ത്യൻ എയറോസ്പേസ് കമ്പനിക്കും പിന്നെ ഉള്ളത് നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്ററിനുമാണ്. ഇനി നമുക്ക് പറയാനുള്ളത് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്ങിനെ കുറിച്ചിട്ടാണ്. സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് എന്താണെന്ന് നമ്മൾ നേരത്തെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൽ സെൻസേഴ്സ് ഫിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യുന്ന ആ പ്രോസസ്സാണ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് തന്നെ മെയിൻലി 2 ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റും രണ്ടാമത്തത് സൺ സിങ്ക്രണസ് സാറ്റലൈറ്റും അല്ലെങ്കിൽ പോളാർ സാറ്റലൈറ്റ്സ്.
ഇങ്ങനെ രണ്ട് ക്ലാസിഫിക്കേഷനാണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിന് കൊടുക്കുന്നത്. ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, അത് സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് ആണ്. എർത്തിൻ്റെ റൊട്ടേഷനോട് ഈക്വൽ ആയിട്ടുള്ള വെലോസിറ്റിയിലാണ് ഈ സാറ്റലൈറ്റും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് നെയിം പറയുന്ന പോലെ തന്നെ സ്റ്റേഷനറി സാറ്റലൈറ്റ് ആണ്. ഇത് എർത്തിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ ഫിക്സ് ചെയ്ത് വെക്കുന്ന സാറ്റലൈറ്റാണ്. എർത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എർത്തിൻ്റെ കൂടെ തന്നെ അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് 36,000 കിലോമീറ്റേഴ്സ് എബവ് എർത്ത്സ് എലിവേഷൻ, ഇക്വേറ്ററിനോട് നേരെയായിട്ടാണ് ഇത് പ്ലേസ് ചെയ്യുന്നത്. ഇക്വേറ്ററിൻ്റെ മുകളിലായിട്ട് ഓൾമോസ്റ്റ് 36,000 കിലോമീറ്റേഴ്സ് അങ്ങനെ ഒരു പൊസിഷനാണ് ഇത് പ്ലേസ് ചെയ്യുന്നത്. ഇത്രയും ഹൈറ്റിൽ ഈ ഒരു സാറ്റലൈറ്റ് പ്ലേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അറ്റ് എ ടൈം എർത്തിൻ്റെ 1/3 വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. 1/3 ഓഫ് ദി എർത്ത് കംസ് അണ്ടർ ഇറ്റ്സ് ഫീൽഡ് ഓഫ് വ്യൂ. ഒരു സാറ്റലൈറ്റിൽ തന്നെ 1/3 പോർഷൻ ഓഫ് ദി എർത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം അത്രയും ഹൈറ്റിലാണ് ഇത് പ്ലേസ് ചെയ്യുന്നത്. ഇതിൻ്റെ മൂവ്മെൻറ്റ്, ഈ സാറ്റലൈറ്റിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഓഫ് ദി എർത്ത്. ശരിക്കും ഈ ഒരു ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എർത്തിൻ്റെ റൊട്ടേഷനും അതേപോലെ വെലോസിറ്റിയും ഒക്കെ വെച്ചിട്ടുള്ള ഒരു കാൽക്കുലേഷനിലൂടെയാണ് ഇത്ര ഹൈറ്റിൽ ഇത് പെർട്ടിക്കുലർലി ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ഒരെണ്ണം മാത്രം വെച്ചാൽ പോരല്ലോ. കാരണം ഒരു സാറ്റലൈറ്റ് വെച്ച് നമുക്ക് ആ ഒരു 1/3 പോർഷനിൽ മാത്രം വ്യൂസേ എപ്പോഴും കിട്ടുള്ളൂ. സോ ദർ ഈസ് മോർ ദാൻ 1 ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്. ഈ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ടെലി കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ വെതർ സ്റ്റഡീസിനൊക്കെ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ടി വിയിലെ ആൻറ്റിനയൊക്കെ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഡിഷ് ടി വി വെക്കുന്നു. ഡിഷ് ടി വി നമ്മളെപ്പോഴും ഒരു പൊസിഷനിൽ തന്നെയാണ് വെക്കുന്നത്. അത് ആ സാറ്റലൈറ്റുമായിട്ടുള്ള ഒരു കണക്ഷൻ ഒരു പൊസിഷനിൽ വെക്കുന്നില്ല, അത് നമ്മൾ മാറ്റുന്നില്ലല്ലോ. കാരണം എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ആ സാറ്റലൈറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ എപ്പോൾ നോക്കിയാലും ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ആ സാറ്റലൈറ്റ് അവിടെ തന്നെ ഉണ്ടാവും. ആ സാറ്റലൈറ്റ് മൂവ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പിന്നെ മാറ്റി മാറ്റി കൊടുക്കാത്ത, ഒറ്റ പൊസിഷനിലല്ലേ നമ്മൾ വെക്കുന്നുള്ളൂ. ഓക്കെ, ഇന്ത്യയുടെ ഇൻസാറ്റ് സാറ്റലൈറ്റ് സീരീസൊക്കെ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇത്രയാണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് ആണ്. എർത്തിൽ നിന്ന് ഒരു ഫിക്സഡ് പൊസിഷനിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന സാറ്റലൈറ്റ്സ് ആണ്. എർത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എർത്തിൻ്റെ കൂടെ തന്നെ ഇതും റൊട്ടേറ്റ് ചെയ്യുന്നു. എർത്തിൻ്റെ അതേ വെലോസിറ്റിയിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് സൺ സിങ്ക്രണസ് സാറ്റലൈറ്റ്സിനെ കുറിച്ചിട്ടാണ്. സൺ സിങ്ക്രണസ് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ പോളാർ സാറ്റലൈറ്റ്സ് ആണ്. അതായത് എർത്തിൻ്റെ പോൾസിലൂടെയാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. നോർത്ത് പോൾ ടു സൗത്ത് പോൾ എന്നുള്ള ഡയറക്ഷനിലായിട്ടാണ് ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൺ സിങ്ക്രണസ് സാറ്റലൈറ്റ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിനെക്കാളും കുറച്ചൊരു ഡിസ്റ്റൻസ് താഴ്ന്നിട്ടാണ് പ്ലേസ് ചെയ്യുന്നത്. 900 കിലോമീറ്റർ ഇൻ ഓൾട്ടിറ്റ്യൂഡ്, എർത്തിൻ്റെ മുകളിൽ 900 കിലോമീറ്റർ ഓൾട്ടിറ്റ്യൂഡിലാണ് സൺ സിങ്ക്രണസ് സാറ്റലൈറ്റ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സർവേലൻസ് ഏരിയ എന്ന് പറയുന്നത് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിനെക്കാട്ടിലും കുറവായിരിക്കും. കാരണം ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് അത്രയും ഹൈറ്റിൽ നമുക്ക് കിട്ടുമ്പോൾ കുറച്ചും കൂടി ഏരിയ കിട്ടുന്നു. ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള കളക്ഷൻ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റെഗുലർ ഇൻ്റർവെല്ലിൽ ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള ഇൻഫർമേഷൻ നമുക്ക് കളക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പോളാർ സാറ്റലൈറ്റ്സ് ആണ്. അതൊരിക്കലും നമുക്ക് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് കൊണ്ട് നമുക്ക് കിട്ടുന്നില്ല. കാരണം അവിടെ ആ പൊസിഷനൊന്നും മാറുന്നില്ല. പക്ഷേ സൺ സിങ്ക്രണസിൽ എങ്ങനെയാണ്, നോർത്ത് പോൾ ടു സൗത്ത് പോളായിട്ട് സാറ്റലൈറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, റിവോൾവ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. എർത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പൊസിഷൻ ഇങ്ങനെ മാറി മാറി നിൽക്കും അല്ലേ. അപ്പം നമുക്ക് ഈക്വൽ ഇൻ്റർവെൽസിൽ എന്താവും, ആ പൊസിഷനിലുള്ള റെഗുലർ ഇൻ്റർവെൽസിലുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ സൺ സിങ്ക്രണസ് സാറ്റലൈറ്റ് യൂസ് ചെയ്യുന്നത് നാച്ചുറൽ റിസോഴ്സസിന്, പിന്നെ അതുപോലെ ലാൻഡ് യൂസ്, ഗ്രൗണ്ട് വാട്ടർ, ഇതിൻ്റെയൊക്കെ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് സൺ സിങ്ക്രണസ് സാറ്റലൈറ്റ്സ് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ റിമോട്ട് സെൻസിങ് പർപ്പസസിനും നമ്മൾ സാറ്റലൈറ്റ് യൂസ് ചെയ്യുന്നത് സൺ സിങ്ക്രണസ് സാറ്റലൈറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. IRS, ലാൻഡ്സാറ്റ് സീരീസൊക്കെ സൺ സിങ്ക്രണസ് സാറ്റലൈറ്റ്സിനുള്ള എക്സാമ്പിളാണ്. ഈ ചാപ്റ്ററിലെ നെക്സ്റ്റ് ടോപ്പിക്സ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം.
അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെ കാണാം. താങ്ക് യു.